എന്തായാലും ശബരിമലയിലെ അനിയന്ത്രിത ഭക്തജന തിരക്കിൽ ദേവസ്വം ബോർഡിനെ അതിരൂക്ഷമായി വിമർശിച്ച് ഹൈക്കോടതി രംഗത്തെത്തിയിരിക്കുകയാണ്. ദേവസ്വം ബോർഡിന് ഏകോപനമില്ലായ്മയാണെന്നും 6 മാസം മുമ്പേ മുന്നൊരുക്കങ്ങൾ നടത്തണമായിരുന്നുവെന്നും രൂക്ഷമായ വിമർശനം. മണ്ഡലകാല മുന്നൊരുക്കങ്ങളിലെ വീഴ്ചയിൽ ഹൈക്കോടതി കടുത്ത അതൃപ്തിയും രേഖപ്പെടുത്തി. ശബരിമലയിലെ അനിയന്ത്രിത ഭക്തജന തിരക്കിന് കാരണം ദേവസ്വം ബോർഡിന്റെ ഏകോപനമില്ലായ്മയാണ് കാരണമെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹൈക്കോടതിയുടെ അതിരൂക്ഷമായ ഭാഷയിലുള്ള വിമർശനം. ദേവസ്വം ബോർഡ് പറഞ്ഞതൊന്നും നടന്നില്ലല്ലോ എന്ന് കുറ്റപ്പെടുത്തിയ കോടതി മണ്ഡലകാല മുന്നൊരുക്കങ്ങളിലെ വീഴ്ചയിൽ കടുത്ത അതൃപ്തിയും പ്രകടിപ്പിച്ചു. ഇത്രയും പേരെ എന്തിന് കയറ്റുന്നുവെന്ന ചോദ്യമുന്നയിച്ച ഹൈക്കോടതി ശാസ്ത്രീയമായ രീതിയിൽ കാര്യങ്ങൾ ക്രമീകരിക്കണമെന്നും പറഞ്ഞു. ആളുകളെ തിരികെ കയറ്റിയിട്ട് എന്ത് കാര്യമെന്നും കോടതി ചോദിച്ചു. സെക്ടർ തിരിച്ച് എത്ര പേർക്ക് നിൽക്കാനാകുമെന്ന് വ്യക്തതയുണ്ടാകണം. 90,000 പേരെ എവിടെ മുതൽ എവിടെ വരെ നിർത്തുമെന്ന കോടതിയുടെ മറുചോദ്യവുമുണ്ടായി. തിരക്ക് നിയന്ത്രണത്തിന് പോലീസ് മാത്രം പോരാ, ഏകോപനത്തിന് ആളുകളും വേണം. ഇങ്ങനെ പോയാൽ വലിയ ദുരന്തമുണ്ടാകുമെന്നും കോടതി വിമർശിച്ചു. കേവലം ഉത്സവം നടത്തുന്നത് പോലെയാണോ ശബരിമലയിൽ മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതെന്നും ഹൈക്കോടതി കുറ്റപ്പെടുത്തി. കുട്ടികളുമായി വരുന്നവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കണം. ആളുകൾക്ക് ക്യൂവിൽ ശ്വാസം മുട്ടും. ശുചിമുറി വൃത്തിയാക്കാൻ ആളില്ല, വെള്ളമില്ല. 8 മണിക്കൂർ ക്യൂ നിൽക്കുകയല്ലേ ആളുകളെന്നും അക്കമിട്ടു നിരത്തിക്കൊണ്ട് ദേവസ്വം ബോർഡ്, സർക്കാർ എന്നിവരോടായി ഹൈക്കോടതി ചോദിച്ചു. അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകരുതെന്ന് ആവർത്തിച്ച ഹൈക്കോടതി ഭക്തരുടെ എണ്ണം കുറയ്ക്കണമെന്നും ആവശ്യപ്പെട്ടു. വെള്ളിയാഴ്ചയ്ക്കുള്ളിൽ സർക്കാരും ദേവസ്വം ബോർഡും മറുപടി റിപ്പോർട്ടായി നൽകാനും ഹൈക്കോടതി നിർദ്ദേശം നൽകി. ജനം, കൊച്ചി.